എല്ലാവർക്കും നമസ്കാരം. കേരളം ഏറ്റവും മികച്ച സംസ്ഥാനമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. നമ്മൾ നോക്കുവാണെങ്കിൽ കേരളം പല കാര്യത്തിലും മുന്നിലാണ്. ഇപ്പോൾ ഉദാഹരണം ഉയർന്ന സാക്ഷരത, ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അങ്ങനെ പല കാര്യത്തിലും. സാമൂഹ്യക്ഷേമ ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ പോലും കേരളം വളരെ മുന്നിലാണ്. പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി കേരളം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അതിൽ കേരളം അനുഭവിക്കുന്ന നമ്പർ 1 പ്രശ്നം അൺഎംപ്ലോയ്മെൻറ്റാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പസിന് വെളിയിലേക്ക് വരുന്നത്. എന്നാൽ ഇവർക്കെല്ലാം തൊഴിൽ കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നില്ല. നിങ്ങൾ പറയും ബംഗാളികളൊക്കെ ഇവിടെ പണിക്ക് വരുന്നില്ലേ, അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ഇവിടെ ജോലിയുണ്ട്, ചെയ്യാനുള്ള മനസ്സ് വേണം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പുതുതലമുറയിലെ തൊഴിലന്വേഷകർ അവർ പഠിച്ച എഡ്യൂക്കേഷൻ അനുസരിച്ച് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ അവരാഗ്രഹിക്കുന്നത് തെറ്റില്ലല്ലോ. എന്നാൽ ഇവർക്ക് കിട്ടിയ എഡ്യൂക്കേഷനും തൊഴിൽ കമ്പോളത്തിന് ആവശ്യമായ കഴിവുകളും രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇതിൽ മാറ്റം വരുത്തണം. പുതിയ ന്യൂജൻ കോഴ്സുകളൊക്കെ ഉൾപ്പെടുത്തണം. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ന്യൂജൻ കോഴ്സുകളൊക്കെ ഉൾപ്പെടുത്തണം. പക്ഷേ ഈ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ അതിന് ഗവൺമെൻറ്റും അക്കാദമിക വിദഗ്ധരും കോർപ്പറേറ്റുകളും സംയുക്തമായി തീരുമാനിക്കണം. പക്ഷേ കോർപ്പറേറ്റുകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരിക്കും, എനിക്കറിയാം. പക്ഷേ കോർപ്പറേറ്റുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു കാര്യം സാധ്യമല്ല. ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് കോർപ്പറേറ്റുകൾ ഇതിലില്ല എങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ട് വിദേശത്തേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതാണ് കേരളത്തിൻ്റെ മറ്റൊരു പ്രശ്നം, ഇമിഗ്രേഷൻ. കേരളത്തിലെ യുവാക്കളെല്ലാം നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഒരു ചെറിയ വൃദ്ധസദനമായി മാറുകയാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല നാട് വിട്ടു പോകാനുള്ള കാരണം, പലവിധ കാരണങ്ങളുണ്ട്. എന്നാലും പ്രധാനമായും തൊഴിലില്ലായ്മ തന്നെ കാരണം. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, കരിയറിലൊരു ഗ്രോത്ത് ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട്. എന്നാൽ മികച്ച ജോലി ഉണ്ടായിട്ടും സാലറി തുച്ഛം എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന സാലറി കിട്ടുമല്ലോ എന്ന് കരുതി പോകുന്നവരുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങളാൽ നാട് വിട്ടു പോവുകയാണ്. പിന്നെ സാമൂഹികപരമായ കാരണങ്ങളുണ്ട്. ആൾക്കാരുടെ പ്രഷർ മൂലം, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാറ്റസായി കണക്കാക്കി പോകുന്നവരുണ്ട്. അതിൽ വലിയ അർത്ഥമില്ല, കാരണം അവർ നമ്മളെപ്പോഴും രണ്ടാം തരക്കാരായി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ യുവാക്കളെല്ലാം ഇങ്ങനെ നാട് വിട്ടു പോകുന്നത് കേരളത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം തന്നെ. അപ്പോൾ ഈ യുവാക്കളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം. സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ഓരോ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക മാത്രമല്ല, അവരെ അതിന് വേണ്ടിയിട്ട് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കണം. നമുക്ക് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിലൊരു വിജ്ഞാനം വേണമല്ലോ. അപ്പോൾ അത്തരം പരിശീലനങ്ങൾ കൊടുത്ത് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. യുവാക്കൾക്കെല്ലാം ജോലി കിട്ടും, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. പല സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ കേരളത്തിൽ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ചെയ്യാം. അങ്ങനെ പല കാരണം. റിന്യൂവബിൾ എനർജി അത് വളരെ ഇമ്പോർട്ടൻ്റാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, ഇപ്പോൾ കറണ്ടിൻ്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ 100 ദശലക്ഷം യൂണിറ്റൊക്കെയാണ് മാർച്ച് മാസത്തിൽ വരുന്നത്. അപ്പോൾ അത്രയും പ്രശ്നം കേരളത്തിലുണ്ട്. നമ്മളൊരു 10,000 മെഗാവാട്ടെങ്കിലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇത് എനർജിയുടെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതേലത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. അങ്ങനെ പലവിധ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. അപ്പോൾ വേസ്റ്റിൽ നിന്നൊക്കെ റിന്യൂവബിൾ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുണ്ട്. വേസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് വേസ്റ്റ് കേരളത്തിലെ വേറൊരു വലിയ പ്രശ്നമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ വലിയ പ്രശ്നമാണ്. ദുർഗന്ധപൂരിതമായ പ്രദേശങ്ങളും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന മാലിന്യ കൂനകളും മലിനമായ പുഴകളും ഒക്കെ പ്രശ്നമാണ്. പമ്പയും പെരിയാറും മീനച്ചിലാറും കല്ലായിപ്പുഴയും ഒക്കെ മലിനമാണ്. പല കാര്യങ്ങൾ കൊണ്ട് ഗവൺമെൻറ് ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ല. ഇത്തരം മേഖലകളിലൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ഇത്തരം ആൾക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. പല പുഴകളുടെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 45-നും താഴെയാണ്. അപ്പോൾ ഇങ്ങനെ പുഴയിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്നവർക്കെതിരെ ഗവൺമെൻറ് കനത്ത പിഴയെങ്കിലും നൽകണം. പിഴ നൽകിയാൽ മാത്രം പോരാ, ഗവൺമെൻറ് മികച്ച കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികളും കൂടി കൊണ്ടുവരണം. ബ്രഹ്മപുരം പ്ലാന്റ് പോലെയുള്ള പദ്ധതികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെയുള്ള മികച്ച പ്ലാന്റുകൾ കൊണ്ടുവരണം. ഹരിതകർമ്മസേന ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ശേഖരിക്കുന്ന മാലിന്യം ഇവർ സ്വകാര്യ ഏജൻസിയാണ് ഏൽപ്പിക്കുന്നത്. ഈ സ്വകാര്യ ഏജൻസി ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. നമ്മൾ മാലിന്യത്തെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ആശയമാണ് 5R എന്നുള്ളത്. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റിക്കവർ, റീസൈക്കിൾ. അപ്പം നമ്മൾ മാലിന്യത്തെ ഈ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാനുള്ളത്. റെഫ്യൂസ്, നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. റെഡ്യൂസ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക.
റീയൂസ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. റിക്കവർ, നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിച്ച മാലിന്യത്തിൽ നിന്നും വീണ്ടെടുക്കാവുന്നവ വീണ്ടെടുക്കുക. റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കുക. ഈ ഒരു മെത്തേഡാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മുടെ നാട്ടിലും ഈ ഏജൻസികൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മാലിന്യത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂറിസം മേഖലകൾ പോലും മാലിന്യ വിമുക്തമല്ല. അനിയന്ത്രിതമായി വരുന്ന ആൾക്കാർ അവിടെ കൊണ്ടിടുന്ന മാലിന്യങ്ങൾ വളരെ വലുതാണ്. സത്യത്തിൽ കേരളത്തിന് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് ടൂറിസം. കേരളത്തിൻ്റെ തൊഴിലവസരത്തിൻ്റെ ഒരു 25% ടൂറിസം മേഖലയിലാണ്. അതായത് കേരളത്തിൻ്റെ GDPയുടെ 10% ഈ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ടൂറിസം മേഖല മെച്ചപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ടൂറിസം മേഖല അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലുമില്ല. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. വലുതായിട്ടൊന്നും ചെയ്യേണ്ട, ഒരു 5 കാര്യങ്ങൾ ചെയ്യുക. നമ്പർ 1 വൃത്തിയാണ്. എത്രത്തോളം വേസ്റ്റ് വരുന്നോ അതിനെ മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയണം. വേസ്റ്റ് മാനേജ്മെൻറ്റ് പക്കയായിരിക്കണം. 2 റെസ്റ്റ് ഏരിയ, എത്രത്തോളം ക്രൗഡ് വരുന്നോ അവർക്കെല്ലാം ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യം. 3 ടോയ്ലറ്റ് സംവിധാനം, മികച്ച ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരിക്കണം. 4 എമർജൻസി സർവീസ്, അതായത് പോലീസ്, ഫയർ, ആംബുലൻസ്, അങ്ങനെയുള്ള മെഡിക്കൽ സർവീസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സർവീസുകളെല്ലാം വേണം. അത് കഴിഞ്ഞിട്ടുള്ളത് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഡൈനിങ് ആണ്. ആൾക്കാർക്ക് വരുമ്പോൾ കഴിക്കാനുള്ള ലഘുഭക്ഷണവും വെള്ളവും കിട്ടുന്ന ചില കാര്യങ്ങൾ. റെസ്റ്റോറൻറ്റ്, ചെറിയ റെസ്റ്റോറൻ്റ് ആവാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ടൂറിസം മേഖല മെച്ചപ്പെടും. പക്ഷേ വിദേശികളെ ആകർഷിക്കാൻ ഇതൊന്നും പോരാ, സ്വദേശികളെ ആകർഷിക്കാൻ ഇത് തന്നെ ധാരാളം. വിദേശികളെ ആകർഷിക്കണമെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. അതായത് വിമാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വർദ്ധിപ്പിക്കണം. വിമാനങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് താമസിക്കാനുള്ള 5 സ്റ്റാർ ഹോട്ടൽ കാണും. ആ ഹോട്ടലിൽ നിന്ന് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിലേക്ക് ആഡംബര ബസ്സുകൾ വേണം വിത്ത് വൈഫൈ അവിടെ മാത്രം പോരാ, നമ്മൾ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിലും വൈഫൈ കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മികച്ച ബസ്സുകൾ വേണം. അതേപോലെ ഈ എയർപോർട്ടും ടൂറിസ്റ്റ് മേഖലയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മികച്ച റോഡ്, റെയിൽ ശൃംഖലകൾ വേണം. അത്തരം കാര്യങ്ങളെല്ലാം ഒരുക്കിയെങ്കിൽ മാത്രമേ വിദേശ ടൂറിസ്റ്റുകൾ വരത്തുള്ളൂ. പിന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ടൂറിസം പോലീസ് പോലുള്ള പദ്ധതികൾ വേണം. ഓൾറെഡി ആ പദ്ധതി ഉണ്ട്, പക്ഷെ അത് എത്രത്തോളം കാര്യക്ഷമതയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ ഈ വരുന്ന റോഡിൽ നിന്ന് ടൂറിസം മേഖലയിലേക്ക് വരുന്നിടത്തുള്ള സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ് സേഫ്റ്റി, അതാണ് കേരളത്തിൻ്റെ അടുത്ത പ്രശ്നം, റോഡ് സേഫ്റ്റി. കേരളത്തിൻ്റെ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമുക്കറിയാവുന്ന കാര്യമാണ്. കുണ്ടും കുഴിയുള്ള റോഡുകൾ, വാഹനപ്പെരുപ്പത്തിനുതകാത്ത ചെറിയ റോഡുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ. പക്ഷേ ഈ വാഹനത്തിൽ പോകുന്ന ആൾക്കാർ പലപ്പോഴും കുറ്റം പറയുന്നത് കാൽനട യാത്രക്കാരെയാണ്. സത്യത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവർക്ക് നടക്കാൻ മികച്ച ഒരു ഫുട്പാത്ത് ഇല്ല. ഇനി ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്? അവിടെ വഴിയോര കച്ചവടക്കാരോ മറ്റ് കടകളോ ഒക്കെ അത് കയ്യേറിയേക്കുമായിരിക്കും. ഇനി ഇവർ റോഡിൻ്റെ സൈഡിലൂടെ നടക്കാമെന്ന് വെച്ചാലോ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡ്രൈനേജിനകത്തേക്ക് അവർ വീഴും. ഈ റോഡ് മുറിച്ച് കിടക്കണമെങ്കിലുള്ള അവസ്ഥ എന്താണ്? സീബ്ര ലൈൻ പലയിടത്തും ഇല്ല. ഉള്ളിടത്തുള്ള അവസ്ഥ എന്താണ്? ഏതെങ്കിലും വാഹനം നിർത്തുമെന്ന ധാരണയിൽ സീബ്ര ലൈനിൽ കാലുകുത്തി കഴിഞ്ഞാൽ പണി പാടും. കാരണം ഈ വാഹനവുമായിട്ട് വരുന്ന ആൾക്കാർക്ക് ട്രാഫിക് അവബോധം എന്ന് പറയുന്ന കാര്യമേ ഇല്ല. സീബ്ര ലൈനിൽ ആൾ നിന്നാൽ വാഹനം നിർത്തണമെന്നുള്ള ബോധമൊന്നും അവർക്കില്ലാത്തത് കൊണ്ട് അതൊക്കെ വെറും പ്രദർശനമായി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള പല അവസ്ഥകളാണ് നമ്മുടെ റോഡിൽ അനുഭവിക്കുന്നത്. റോഡിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റണം. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നീക്കം ചെയ്യണം. അപ്പോൾ കോടതി ഇടപെട്ട് അതെല്ലാം നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം കാലം നിലനിൽക്കുമെന്നറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അനധികൃതമായി കൊണ്ടുവെക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം, കനത്ത പിഴ ഈടാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ റോഡിൽ അപകടം ഉണ്ടാക്കുന്നവയാണ്. ഇത് മാത്രം ചെയ്താൽ പോരാ, മികച്ച ഇൻഫ്രാസ്ട്രക്ചറും വേണം. മികച്ച റോഡുകൾ, ട്രാഫിക് ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, മാർക്കിങ്ങുകൾ, റോഡിലുള്ള മാർക്കിങ്ങുകളുണ്ടല്ലോ, അത്തരം റോഡ് മാർക്കിങ്ങുകൾ, സൈൻ ബോർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ പകുതി അപകടങ്ങൾ കുറയും. അതിനുശേഷം ഇതേപോലെ കൊടിയ വളവ്, അല്ലെങ്കിൽ കനത്ത മഴ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, ഓവർ സ്പീഡ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ട് ഇതിന് പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുക. ആ ഒരു മേഖലയിൽ വേണമെങ്കിൽ റോഡിൻ്റെ ഡിസൈൻ മാറ്റാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ റോഡിൻ്റെ സേഫ്റ്റി മികച്ചതാക്കണം. പിന്നെ സ്കൂൾ, ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ മാർക്കറ്റ്, ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അത് സ്പെഷ്യൽ സോണുകളായിട്ട് തിരിച്ച് പ്രത്യേക സുരക്ഷാ പാക്കേജുകൾ അവിടെ ഉണ്ടാക്കണം. പ്രത്യേക ഒരു സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ച് അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ റോഡിലെ അപകടങ്ങൾ പരമാവധി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റോഡ് സേഫ്റ്റി മികച്ചതാവാൻ സാധ്യതയുണ്ട്.
പിന്നീട് എനിക്ക് ആഗ്രഹമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കൺസ്യൂമർ സ്റ്റാറ്റസ് ഒന്ന് മാറിക്കിട്ടണോ എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് പെട്ടെന്നൊന്നും മാറുകയില്ല. ഫുഡ് ഗ്രെയിൻ ആൻഡ് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലെങ്കിലും കേരളം ഒരു സ്വയം പര്യാപ്തത നേടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെങ്കിലും സാധിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അതും വളരെ പ്രതിസന്ധിയിലാണ്. കാരണം കാലാവസ്ഥ വ്യതിയാനം, കൃഷി സ്ഥലങ്ങളുടെ കുറവ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇനി കൃഷി ചെയ്താൽ തന്നെ പ്രശ്നം എന്താണ്? പല കാട്ടുമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. ആനയുടെയും പന്നിയുടെയും ഒക്കെ പല ശല്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എത്രത്തോളം നടക്കുമെന്നറിയില്ല. എങ്കിൽ പോലും എനിക്ക് ആഗ്രഹമുള്ള മറ്റൊരു മേഖലയാണത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കേരളത്തിൽ തോന്നിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.